നബിതങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്റെ മകള് ഫാത്തിമാനെ നീ വിവാഹം കഴിക്കൂ? അലിയാര് നിങ്ങൾ വെടി കൊണ്ടതുപോലെ നിന്നിട്ടുണ്ടാവും. അങ്ങോട്ട് തന്നെ ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നമാണോ ഇങ്ങനെ നിക്ക വെടി കൊണ്ടതുപോലെ? നബിതങ്ങൾ പിന്നെയും ചോദിച്ചു, അലിയേ, എന്റെ ഫാത്തിമാനെ നിനക്ക് ഇഷ്ടമാണോ? നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തലകുലിക്ക് സമ്മതിച്ചു. നബിതങ്ങൾ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയേ, നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? മരുമകനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ, എനിക്കൊരു കുതിരയുണ്ട്, ദുൽഫുഖാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, ഒരു പടയങ്കിയുണ്ട്. ഈ മൂന്ന് സാധനമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഉള്ള കാര്യം തുറന്നെന്ന് പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ എന്തോ പറയും? 2 ഏക്കർ സ്ഥലമുണ്ട്, ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും. പക്ഷെ അലിയാര് തങ്ങൾ ഉള്ളത് തന്നെ പറഞ്ഞു, ഒരു കുതിര, ഒരു വാള്, ഒരു പടയങ്കി, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാര് തങ്ങളുടെ ജോലി എന്തായിരുന്നു അറിയൂ? അലിയാര് തങ്ങൾ പുല്ല് വെട്ടിയിട്ട് കൊണ്ടുപോയി ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുകൊടുക്കും, കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കും. ഇതാണ് അലിയാര് തങ്ങളുടെ ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ ദരിദ്രനായ ഒരു സ്വഹാബിയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചരിത്രം പഠിക്കും മനസ്സിലാവും. നമ്മൾ അങ്ങനല്ല. നമ്മൾ ചോദിക്കുന്നത്, പടച്ചവനെ, മക്കളെ കെട്ടിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, എന്തുണ്ട്, വല്ലതും ഉണ്ടോ, കാശുണ്ടോ, ജോലിയുണ്ടോ, എത്ര വീടുണ്ട്, പണമുണ്ട്, ഇതൊക്കെ നമ്മൾ തിരക്കാം. ദീനുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. ചങ്ങാതി, പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുണ്ടോ എന്ന് നോക്കണമെന്നാണ്. ദീനുണ്ടോന്ന് നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു കുതിരയുണ്ട് നബിയേ, ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട് നബിയേ, ഒരു പടയങ്കിയുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, കുതിര വാഹനമാണ്, സഞ്ചരിക്കാൻ വേണം, വാള് യുദ്ധം ചെയ്യാൻ വേണം. ആ പടയങ്കി എടുത്തുകൊണ്ടുവാ, അലിയാർ തങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചന്തയിൽ പോയി ഇത് വിറ്റിട്ട് വാ. പടച്ചറബ്ബേ, ഫാത്തിമയെ വിവാഹം കഴിക്കാനുള്ള കൊതി കാരണം അലിയാർ തങ്ങൾ ഓടുകയാണ്. മാർക്കറ്റിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി, എന്നിട്ട് പടയങ്കിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, ആരാ വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ, എന്തു പറ്റി ഇവിടെ നിൽക്കുന്നത്? എന്തിനാണ്? ഈ പടയങ്കി വിൽക്കാമെന്നതാണ്. നബി തങ്ങളെ വിറ്റിട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമയെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പടയങ്കിയുമായി നിൽക്കുന്ന ഉസ്മാൻ തങ്ങളെ കണ്ടപ്പോ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, 480 രൂപ തരാ. പടച്ചവനെ, ആ പടയങ്കി വാങ്ങിയിട്ട് 480 രൂപ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അവിടുന്ന് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ, നീയൊരു യോദ്ധാവാണ്, ഈ പടയങ്കി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 480 രൂപയും കൊടുത്തു, ആ പടയങ്കിയും കൊടുത്തു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരികയാ. 480 രൂപ കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ, 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹറാണ്. 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹറാണ്. 80 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, പുതിയ പടയോട് പറയുകയാ, പോയിട്ട് പുതുവസ്ത്രമെടുക്ക. സുബ്ഹാനല്ലാഹ്,
50 രൂപയുമായിട്ട് അലിയാര് തങ്ങൾ പുതുമണവാട്ടിക്ക് വസ്ത്രമെടുക്കുകയാ. എന്റെ പടച്ചുറപ്പ് അവിടെ പുതുവസ്ത്രം മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വായ്പാടുള്ള യുവതലമുറ പഠിക്കാൻ പറയുകയാ. സ്വപ്നലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിന്റെ നേതാവായ ഫാത്തിമയുടെ കല്യാണത്തിന്റെ രംഗമാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 80 രൂപ കൊടുത്തവളെന്ന് പറ്റുന്ന വസ്ത്രങ്ങൾ വാങ്ങി ഫാത്തിമ ബീബിയുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകള് പുതുമണവാട്ടിയായി പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക് ഇറങ്ങി വരുമ്പോ ഫാത്തിമ പുതുവസ്ത്രം ധരിച്ചിട്ട്, കല്യാണത്തിന്റെ പുതുവസ്ത്രവും ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഇറങ്ങി വരുമ്പോ വീടിന്റെ ചാരത്തിരുന്നൊരാള് കരയുകയാ. വീടിന്റെ പരിസരത്തൊരാളിരുന്ന് കരയുകയാ. ആരാ കരയുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ പരിസരത്തിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? അബൂബക്കർ തങ്ങളെ എന്തിനാ കരയുന്നത്? ഫാത്തിമയുടെ വിവാഹ ദിവസമല്ല, സന്തോഷത്തിന്റെ ദിവസമല്ല. എന്തിനാണ് വീടിന്റെ പരിസരത്തിരുന്ന് ഒറ്റയ്ക്ക് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, മോനെ, അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊന്നുമോള് കല്യാണത്തിന്റെ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? സഹാബാ, എന്റെ മുത്തുനബിയുടെ പൊന്നുമോൾ ഇട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടോ? ആ മണവാട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? സഹിക്കുന്നില്ല സഹാബാ. നബി തങ്ങളുടെ പൊന്നാര മകളിട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടിട്ട്, അതിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്ന് അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, പാടുള്ള ചെറുപ്പക്കാരാ, നിനക്കിത് തിരിയണമെന്നില്ലടാ പൊന്നുമോര്. എന്റെ പെങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് തിരിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം കല്യാണത്തിന്റെ ദിവസം വീട്ടിലെ ആണുങ്ങൾക്കും അതുപോലെ കൂട്ടുകാർക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. ആണിനും പെണ്ണിനും വസ്ത്രമുണ്ട്, മാതാപിതാക്കൾക്ക് വസ്ത്രമുണ്ട്. പക്ഷേ ഇന്നങ്ങനെയല്ലടോ. തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറുള്ള ചുരിദാറാ. എന്തൊരടിച്ചുപൊളിയെന്നറിയോ? എന്തൊരാർഭാടമെന്നറിയോ? പടച്ചവനെ, ഹാജിയാരുടെ മക്കളുടെ കല്യാണവും ഇങ്ങനെ തന്നെയാ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാവുകയാ. എന്തൊരാർഭാടമാണോ, എന്തൊരു കൂത്താടോ. ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് തന്നെ പൊന്നാരുടെ മക്കളുടെ വിവാഹങ്ങൾ ഉത്സവം പോലെയാക്കുന്ന മുസ്ലിമേ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലടോ. നല്ല വസ്ത്രം ധരിക്ക്, നല്ലതുപോലെ ഭക്ഷണം കൊടുക്ക്, നല്ലതുപോലെ നടത്തിക്കോ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാമല്ലോ, വേണ്ടാത്ത അനാചാരങ്ങൾ ഉപേക്ഷിക്കാമല്ലോ. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ പറയാൻ പറ്റുന്നതല്ലല്ലോ. കോടികൾ ചെലവഴിച്ച് ആർഭാട വിവാഹം നടത്തിയിട്ട് നാലിന്റെ അന്ന് വീട്ടിൽ വന്നിരുന്ന മക്കളുടെ കഥ കണ്ടില്ലേ? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകള് പുതുമണവാട്ടിയായി ഇറങ്ങി വരുമ്പോ കരയുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കരയുകയാ. കാരണം കൂട്ടുകാരനായ നബി തങ്ങളുടെ മകളാ. പടച്ചറപ്പേ, കല്യാണത്തിന്റെ കാര്യമായി അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അലിയേ, വലീമ നടത്തണമല്ലോ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, എന്തുണ്ട് അലിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അലിയാര് നിങ്ങളുടെ തലതാഴ്ത്തി നിൽക്കുകയാ. നിക്കാ
നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ വലീമ കൊടുക്കണം. നബി തങ്ങൾ ചോദിച്ചു, എന്തുണ്ട് അലിയെ, എന്താണ് ജനങ്ങൾക്ക് വലീമ കൊടുക്കണമല്ലോ, എന്തുണ്ട്? 80 രൂപയുടെ വസ്ത്രവും വാങ്ങി പുതുവസ്ത്രവും കഴിഞ്ഞ് എല്ലാം മേടിച്ചിട്ട് വെറും കൈയോടെ നിൽക്കുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, എന്താ വലീമ വാങ്ങാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മിണ്ടാതെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയെ, ഒരാടിനെ ഞാൻ തരാം, എന്റെ വീട്ടിൽ ഒരാടുണ്ട്, നിനക്ക് വലീമ കൊടുക്കാൻ ആടിനെ ഞാൻ തരാം. 3 സ്വഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം, ഞങ്ങളുടെ കയ്യിൽ ഗോതമ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആടിനെയും ആ ഗോതമ്പ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ വിവാഹം നടന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ പൊന്നാര മകളുടെ കല്യാണത്തിന്റെ രംഗമായത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നബിതങ്ങൾ ഫാത്തിമ അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. പായിപ്പാടുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും പറയുന്നു, നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ആദ്യം നോക്കേണ്ടത് അവൻ പായിപ്പാട് പള്ളി വന്ന് നിസ്കരിക്കുമോ എന്ന് നോക്ക്. അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ? അവൻ ഖുർആൻ ഓതുന്നവനാണോ? അവന് ഖുർആൻ ഓതാൻ അറിയോ? സുബ്ഹാനല്ലാഹ്. പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് ഭർത്താവ് കാണാൻ വരുന്നവനോട് ചോദിക്കണം, മോനെ ഒന്ന് യാസീൻ ഓതണമെന്ന് പറ, ഒന്ന് യാസീൻ ഓതാൻ പറ, അല്ലെങ്കിൽ ഖുർആനിൽ ഒരു സൂറത്ത് ഓതാൻ പറ. എത്ര പേര് ചെറുപ്പക്കാരോതും? നിസ്കരിക്കുന്നവർ എത്ര പേരാണോ? നിസ്കരിക്കുന്നവന് വേണ്ടിയല്ലേ മക്കളെ കൊടുക്കേണ്ടത്? ദീനല്ലേ പരിഗണിക്കേണ്ടത്? ആ ദീനുള്ളവനാ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകളെ കൊടുത്തത് അലി ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന പാവപ്പെട്ടവനാണ്. അവിടുത്തെ വിവാഹം നടന്നത് ഇങ്ങനാണ്. അതുകൊണ്ട് പായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പള്ളികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു രാവും പകലും ഇവിടെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. ആ മക്കൾ എത്ര നല്ലവരെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത അത്ഭുതം തോന്നി. രാത്രി 2 മണി വരെ 3 മണി വരെ വഴി കഴിഞ്ഞ് എല്ലാവരും പോയി. പായിപ്പാടുള്ള ചെറുപ്പക്കാർ ഉറങ്ങിയിട്ട് ആഴ്ചകളായടോ. ഈ കമ്മറ്റിക്കാര് പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോ പടച്ചവനെ 2 മണി വരെ 3 മണി വരെ ഈ ചെറുപ്പക്കാര് റബ്ബേ ഇവിടെ നടക്കുകയാ. അല്ലാഹുവേ, ആ പൊന്നുമക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എങ്കിലും ചെറുപ്പക്കാരാ, എന്റെ പായിപ്പാടുള്ള ചെറുപ്പക്കാരോട് പറയുന്നത്, എടാ, ബെൻസ് കിട്ടുന്നതിൽ കാര്യമില്ലടാ, ഏക്കർ കണക്കിന് സ്ഥലം കിട്ടുന്നതിൽ കാര്യമില്ല, ഗൾഫുകാരന്റെ മകളെ കിട്ടുന്നതിൽ കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആണാരെന്നറിയോ? ഒരാളെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? പായിപ്പാടുള്ള ആണുങ്ങളോട് പറയുകയാ, പായിപ്പാടുള്ള ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയോ? ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് വീടുള്ളവനല്ല, ഓടിയും ബെൻസും ഫോർച്യൂണറുമുള്ളവനല്ല, ലക്ഷക്കണക്കിന് സമ്പത്തുള്ളവനല്ല. ഈ പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവനാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയെ കിട്ടിയവന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാടോ. കോടികളൊന്നും വേണ്ട, ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, ഗ്ലാമർ നോക്കല്ലേ, ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ, തൊലി വെളുത്തതാ, ഹൃദയം കറുത്തതാ. പക്ഷേ തൊലി കറുത്തതാ, ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഇന്നിവിടെ ഒരു ഉമ്മ വന്നോ, എന്നോട് പറഞ്ഞു, ഉസ്താദേ, മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്നു, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, കറുപ്പിന്റെ വില നിനക്കറിയാതെട്ടാ, കറുപ്പിന്റെ വില
വില നിനക്കറിയാനട്ടാ. പടച്ചവനെ നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്? എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ. ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ? നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തു പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോകുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൺതടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗ്ഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെണ്ണുകള്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, 4 കറുത്തവര് സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4 കറുത്തവരുണ്ടല്ലോ, 4 കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗ്ഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ. കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാൽ തങ്ങള് കറുത്തവനായിരുന്നു, ഭീകരയായിരുന്നു, അടിമയായിരുന്നു, മുടി ചുരുണ്ടവനായിരുന്നു. പക്ഷേ ബിലാൽ തങ്ങള് നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വർഗ്ഗത്തിലോടിയടാ ചെറുപ്പക്കാരാ. നബി തങ്ങള് പറഞ്ഞു, ബിലാല് സ്വർഗ്ഗത്തിലാണ്. ആഫ്രിക്കക്കാരനായിരുന്നടാ, ഭീകരയായിരുന്നു, അടിമയായിരുന്നു. ആ ബിലാല് സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പായിപ്പാട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്ന, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങൾ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്ത് നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ കറുത്തവനായിരുന്നു. പടച്ചവനെ, സ്വർഗ്ഗത്തിന്റെ നേതാവാണ് ലുഖ്മാൻ ഹക്കീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമത്ത് നടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്ന് സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരിവില് ചെല്ലുമ്പോ ഹാജറാ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മാഈൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറാ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു പെങ്ങള്. ഹാജറ കറുത്തവളായിരുന്നു. ഹാജറ
കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്തു പെങ്ങള്, ഹൃദയം വെളുത്തതാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? അവനയിൽ ഒരു സെന്റുള്ളവനല്ലടോ. പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാണുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടടോ. പടച്ചവനെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ നിന്ന് വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം വിയർത്തിരിക്കുകയാ. ആ ഭാര്യയുടെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ, എന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. ആരെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയല് വേണ്ട. എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യയെ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. ഞങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? ഞങ്ങള് കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരിതങ്ങളും ഫാത്തിമയും എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്കകത്ത് കയറി വാതിലടക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാളിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവണിയുന്ന രാത്രിയാ. അരിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാരിതങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അലിയാരിതങ്ങൾ ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ കരയുന്നത്? മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങള് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പായിപ്പാടുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറയ്ക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു. അലിയേ, എനിക്ക്
കബറാ ഓർമ്മ വന്നത്. ഈ റൂമിനകത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണച്ചപ്പ ഇത്ര ഇരുട്ടാണെങ്കിൽ അല്ലാഹുവേ പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു, ആലോചിക്കാൻ പോലും വയ്യ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. എളും കെട്ടിയിട്ട് മണിയറയിലൊക്കെ പോയല്ലോ, ഒരു പാലെടുക്കും പകുതി 50-50 എല്ലാ ആചാരങ്ങളാ പടച്ചവനെ. റഹ്മാനായ അല്ലാഹ്. ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് മണിയറക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാൻ നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ടാ കരയണേ. അലിയാര് തങ്ങൾ ആണാ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ട? നീ ഇതാണോ പറയണ്ട? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയാ? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ മണിയറ ഇവിടെ അല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അല്ലാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോകും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ. പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. അവര് ശല്യപ്പെടുത്തല്ല, ആരെയും വിടൂല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങും. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂം ഇല്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമായും അലിയാര് തങ്ങളും കിടക്കണം. മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളിൽ. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോ അടയാളം ഉണ്ടെന്ന്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും. രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കുടഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരിയണില്ല. കെട്ടിച്ചു വിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാ, മറ്റേതാ മറിച്ചതാ, വാരി കെട്ടി വന്നേരം മോളെ വന്നേരം വിളിച്ചു വരുത്താ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ നബിതങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി. നിങ്ങളും പോവല്ലോ, കെട്ടിച്ച വീട്ടിൽ മരുമോന്റെ വീട്ടിൽ പോകും. ചെന്ന ഉടനെ ഓള് പരാതി പറയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ. ഫാത്തിമ ഓടി വന്നിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് കരയാ, എന്തേ മോളെ, എന്തേ മോളെ? ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ.
ഫാത്തിമ എന്ന പൊന്നുമോള് നബിതങ്ങളോട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, എല്ലാം വാരി കെട്ടിക്കോ പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത്. തന്റെ പൊന്നാര മകൾ ഓടി വന്ന് സങ്കടത്തോടെ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വലിയ അബീക അർബഉ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി വളയും. വാപ്പ അങ്ങോട്ട് പറഞ്ഞെടുക്ക, നീ 3 ദിവസമല്ലേ, ഞാൻ 4 ദിവസമായി വല്ലതും തിന്നിട്ട്. ആരാരെയാടോ സമാധാനിപ്പിക്കുന്നത്? ഇതാണോ കുടുംബജീവിതം? ഇങ്ങനെ വാപ്പയാകണ്ട. പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയത്. ഈ പള്ളി വന്നിട്ട് എത്ര തലാഖ് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം ഇതൊരു വഴുത് കിട്ടിയിട്ടില്ലല്ലോ. ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശിയ സഹോദര. എത്ര എണ്ണം എന്താ കമ്മിറ്റിക്കാരെ നിരന്നിരിക്കുന്നത്? ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ കയറത്തില്ല. കാരണം എന്തേ? ആ പാവം കൂടെ വലിച്ചു വെക്കാൻ വയ്യ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ പറയുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും പായിപ്പാട് പള്ളിയിൽ തലാഖ് കൊടുക്കരുത്. പായിപ്പാട് പള്ളി എന്നല്ല, ഒരു പള്ളിയിൽ കൊടുക്കരുത്. കാരണം തലാഖ് പറയുമ്പോൾ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന ഒരാൾ തന്റെ ഭാര്യയെ തലാഖ് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന ഇതിന് സാക്ഷിയായിരിക്കുന്നതൊക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് തലാഖ് പറയുന്ന സമയം അള്ളാന്റെ അർശ് കുലുങ്ങോ? പറമനുഷ്യന്മാരെ കുലുങ്ങോ? സമദുസ്താദ് കുംറയ്ക്ക് പോയിട്ട് വന്നു. എടോ, നമ്മൾ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത സ്ഥലമാ. മക്കത്ത് പോകുമ്പോ കാണാം. നമുക്കറിയാലോ, അവിടെ പോയി കാണില്ലേ? അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം. അവിടെ ചെല്ലുമ്പോ ബസ്സിനകത്ത് ഇരുന്നിട്ട് പറയും, ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇറങ്ങിയത്. അബാബിയിൽ പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ. ആരും ഇറങ്ങാറില്ല. കാരണം എന്തേ? അള്ളാഹിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം. ഇതുപോലെ തലാഖ് പറയുന്ന സമയം അള്ളാഹുവിന്റെ അർശ് കുലുങ്ങും. ആ മജ്ലിസിൽ ഇരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വേണ്ടെങ്കിൽ നീ കോടതി ഇപ്പോ പറഞ്ഞു വിടണം. ഇവിടെ തലാഖൊന്നുമില്ല. ഓടി വരിക. ഈ അടുത്തങ്ങോട്ട് നോക്കുമ്പോ ഒരു പ്രായജന തലാഖ് വേണ്ടെങ്കിൽ കോടതി പോകണം. നമുക്ക് മസ്ലഹത്ത് മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാ നോക്കണം. ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. അതിനപ്പുറം ഒന്നുമില്ല. ആരും അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അങ്ങനെയൊന്നുമില്ലടോ. വേണ്ടവര് പൊക്കോ, കോടതി പൊക്കോ, മേടിച്ചോ. പള്ളികളിൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം. ഇതൊക്കെ നിർത്തണം. ചുമ്മാതെ ഒരു വിവരമില്ലാത്തവനാ തലാഖ് കൊടുക്കണം. വലിയ മഹാനോട് ദീനിന്റെ ഒരു നിയമം അറിയാത്തവന് മസലകൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പറഞ്ഞു കൊടുക്കുക. വാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് പരാതി പറയണു, ഉപ്പ ഞാൻ വല്ലതും തിന്നിട്ട് 3 ദിവസമായി. വാപ്പ പറയുന്നു, ഞാൻ 4 ദിവസമായി. ഇങ്ങനാകണം വാപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ ജീവിതം വളരെ പ്രയാസമായിരുന്നു. വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. കാരണം അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിർത്താറായ? എനിക്കൊന്ന് ഉറങ്ങളെക്കാളും ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവാം ഇൻഷാ അല്ലാഹ്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരാഴ്ച ലീവ് എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഉറങ്ങാൻ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് തീരുമായിരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നാളെ വയലൊന്നുമില്ല കേട്ടാ. ഇന്നും കൂടെ ഉള്ളു. ചുമ്മാ 2 ദിവസം വയലുണ്ട്. ഇന്നും കൂടെ വയലുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ദുആയ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസമാ, ദാരിദ്ര്യമാ, ദുഃഖമാ. അപ്പോഴാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. അലിയാര് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ എന്റെ അടുക്കലേക്കൊന്നു വാ ഫാത്തിമ. ഭർത്താവ് തന്റെ ഭാര്യ സ്നേഹത്തോടെ വിളിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ അടുക്കൽ പിടിച്ചിരുത്തിയിട്ട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ
നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? സാധാരണ പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, പടച്ചവനെ കുടുംബ വീട്ടിൽ ചെന്നു, കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു, ഭർത്താവിനോട് ഭാര്യ പറയും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ. സ്നേഹം കൊണ്ടല്ലടോ, ഉമ്മാനെയും ഉപ്പാനെയും നോക്കാൻ പറ്റാത്തത് കാരണം, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കാരണം, പടച്ചവനെ അതുകൊണ്ട് പെണ്ണുങ്ങളാണ് പറയാറ്. പക്ഷേ ഇവിടെ ഭർത്താവ് ചോദിക്കുന്നു, ഫാത്തിമ സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എനിക്കും ഒരാഗ്രഹമുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഉമ്മയെയും സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാനുള്ള കൊതി കാരണമല്ല, എനിക്കിവിടെ നിന്ന് മാറണമെന്നുണ്ട്. ഈ വീടിനകത്ത് നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലേ. ഉമ്മാനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, കൂടപ്പറപ്പുകൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് വീട് മാറണമെന്ന് പറയുന്നതെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ, ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് സങ്കടം വരുന്നു അലിയേ. നിങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ ഞാനും മക്കളും ഈ വീടിന്റെ റൂമിനകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് വേദനിക്കുന്നു, നിങ്ങളുടെ സഹോദരിമാർക്ക് വേദനിക്കുന്നു. എന്തിനാ നമ്മുടെ അവസ്ഥ അവരറിയുന്നത്?